അഗജാനന പദ്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്യ കരുണാനിധേ പ്രസീദമൽഗുരോ നാഥാ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്യ കരുണാംബുദേ പ്രസീദമൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. പീതാംബരം കരവിരാജിതശംഖുചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകൈകനാഥം. എല്ലാവർക്കും നമസ്കാരം. ശ്രീകൃഷ്ണ ഭക്തിയുടെ അമൃതധാരിയായ ശ്രീ വില്വമംഗലത്ത് സ്വാമിയാരിൽ നിന്നും ഒഴുകിയെത്തിയ ആ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ 1-ാം സർഗത്തിൽ ശ്ലോകം 61 മുതൽ 65 വരെയുള്ളത് ഇവിടെ ഇന്ന് സ്മരിക്കുന്നു. ശ്ലോകം 61. ചിഗുരം ബഹുളം വിരളം ഭ്രമരം മൃദുലം വചനം വിപുലം നയനം അധരം മധുരം വദനം ലളിതം ചബലം ചരിതം ച കഥാനുഭവേ. ബഹുളം ചിഗുരം ഇടതൂർന്ന് തിങ്ങിയ തിരുമുടിയും വിരളം ഭ്രമരം വണ്ടുകളെപ്പോലെ പാറിപ്പറക്കുന്ന കുറുനിരകളും മൃദുലം വചനം മൃദുവായ കൊഞ്ചിക്കൊണ്ടുള്ള ഭാഷണത്തെയും വിപുലം നയനം വിശാലമായ നേത്രങ്ങളെയും മധുരം അധരം മാധുര്യമേറിയ ചെഞ്ചൊടിയെയും ലളിതം വദനം സുന്ദരമായ മുഖത്തെയും ചപലം ചരിതം ച വേച്ചുകൊണ്ടുള്ള നടത്തവും കഥ അനുഭവേ എപ്പോഴാണാവോ എനിക്ക് അനുഭവപ്പെടുക. ഇടതൂർന്ന് തിങ്ങിയ തിരുമുടിയും വണ്ടുകളെപ്പോലെ പാറിപ്പറക്കുന്ന കുറുനിരകളും മൃദുവായ കൊഞ്ചിക്കൊണ്ടുള്ള ഭാഷണത്തെയും വിശാലമായ നേത്രങ്ങളെയും മാധുര്യമേറിയ ചെഞ്ചൊടിയെയും സുന്ദരമായ മുഖത്തെയും അലസമായ നടത്തവും എപ്പോഴാണാവോ എനിക്ക് അനുഭവപ്പെടുക, എപ്പോഴാണാവോ പ്രത്യക്ഷപ്പെടുക എന്ന് സ്വാമികളിവിടെ പറയുന്നു. ശ്ലോകം 62. പരിപാലയന കൃപാലയേത സകൃജ്ജൽപിതമാത്മബാന്ധവ മുരളീ മൃദുലസ്വനാന്തരേ വിഭുമാകർണയിതാ കഥാനു ന. കൃപാലയ കാരുണ്യനിധേ പരിപാലയ ന ഇതി എന്നെ രക്ഷിക്കണേ എന്ന് അസകൃത് ജൽപിതം എപ്പോഴും അപേക്ഷിക്കുന്നത് ആത്മബാന്ധവ ആത്മബന്ധുവായ ശ്രീ ഭഗവാന്റെ മുരളീ മൃദുലസ്വനാന്തരേ ന മൃദുലമായ വേണുഗാനത്തിൽ ഞാൻ കഥാനുവിഭും ആകർണയിത എപ്പോൾ സർവവ്യാപിയായ ഭഗവാനെ കേൾപ്പിക്കും. കാരുണ്യനിധേ എന്നെ രക്ഷിക്കണേ എന്ന് എപ്പോഴും അപേക്ഷിക്കുന്നത് ആത്മബന്ധുവായ ശ്രീ ഭഗവാന്റെ മൃദുലമായ വേണുഗാനത്തിൽ ഞാൻ എപ്പോൾ സർവവ്യാപിയായ ഭഗവാനെ കേൾപ്പിക്കും. വേണുഗാനത്തിൽ സ്വയം ലയിച്ചു നിൽക്കുന്ന ഭഗവാൻ എൻ്റെ ഈ ആഗ്രഹങ്ങൾ കേൾക്കുമോ എന്ന ഒരു സംശയം കൂടി കവി മുന്നോട്ട് വയ്ക്കുന്നു ഈ ശ്ലോകത്തിൽ. ശ്ലോകം 63. ഈ ശ്ലോകത്തിൽ കൂടെ ആപൽഘട്ടത്തിലെങ്കിലും ശ്രീകൃഷ്ണ ഭഗവാൻ വന്ന് എന്നെ കനിഞ്ഞു കടാക്ഷിക്കണമേ എന്ന് കവി ആഗ്രഹിക്കുന്നു ഈ ശ്ലോകത്തിൽ കൂടി. കഥാനുകസ്യാംനു വിബദ്ധശായാം കൈശോരഗന്ധി കരുണാനിധിർന വിലോചനാഭ്യാം വിപുലായതാഭ്യാം വ്യാലോകയിഷ്യൻ വിഷയീകരോതി. കഥാനു എന്നാണാവോ കസ്യാം ഇബദ്ധശായാംനു ഏത് ആപൽഘട്ടത്തിലാണാവോ കൈശോരഗന്ധി ഓമനത്വത്തിൻ്റെ തൂമണം പരത്തുന്ന കരുണാനിധിയായ ശ്രീകൃഷ്ണൻ വിപുലായതാഭ്യാം വിപുലവും ആയുധങ്ങളുമായ വിലോചനാഭ്യാം തൃക്കണ്ണുകൾ കൊണ്ട് ന വിലോകയിഷ്യൻ എന്നെ കടാക്ഷിക്കുവാൻ വിഷയീകരോതി വന്നു ചേരുക. എന്നാണാവോ ഏത് ആപൽഘട്ടത്തിലാണാവോ ഓമനത്വത്തിൻ്റെ തൂമണം പരത്തുന്ന ആ കരുണാനിധിയായ ശ്രീകൃഷ്ണൻ
വിപുലവും ആയുധങ്ങളുമായ ആ തൃക്കണ്ണുകൾ കൊണ്ട് എന്നെ കടാക്ഷിക്കുവാൻ വന്നു ചേരുക എന്ന് കവി പ്രാർത്ഥിക്കുന്നു. മധുരമദരബിംബേ മഞ്ജുളം മന്ദഹാസേ ശിശിരമൃതവാക്യേ ശീതളം ദൃഷ്ടിപാദേ വിപുലമരുണനേത്രേ വിശ്രുതം വേണുനാദേ മരതകമണിനീലം ബാലമാലോകയാമ. അധരബിംബേ മധുരം, ചെഞ്ചൊടിയിൽ മധുരത്തോടു കൂടിയവനും, മന്ദഹാസേ മഞ്ജുളം, മാധുര്യപുഞ്ചിരിയിൽ മനോഹരനും, അമൃതവാക്യേ ശിശിരം, അമൃതതുല്യമായ തൂമൊഴിയിൽ അലിവുള്ളവനും, ദൃഷ്ടിപാദേ ശീതളം, കടാക്ഷത്തിൽ കുളിർമ പൂണ്ടവനും, അരുണനേത്രേ വിപുലം, തുടുമിഴികളിൽ നീണ്ടവനും, വേണുനാഥേ വിശ്രുതം, ഓടക്കുഴൽ വിളിയിൽ കേളിയാർന്നവനും, മരതകമണിനീലം ബാലം, മരതകരത്നം പോലെ നീലവർണ്ണനുമായ ഓമനക്കുട്ടനെ ആലോകയാമ, ഞാൻ കണ്ടുകൊണ്ടേയിരിക്കുന്നു. മരതകരത്നം പോലെ നീലവർണ്ണമായ ആ ഓമനക്കുട്ടനെ ഞാൻ കണ്ടുകൊണ്ടേയിരിക്കുന്നു. എന്താ ഉണ്ണിയുടെ പ്രത്യേകത? ചെഞ്ചൊടിയിൽ മധുരത്തോടു കൂടിയവനും, മാധുര്യപുഞ്ചിരിയിൽ മനോഹരനും, അമൃതതുല്യമായ വാക്കുകളിൽ അലിവുള്ളവനും, കടാക്ഷത്തിൽ കുളിർമ ചേർത്ത് വെച്ചവനും, നീണ്ട മിഴികളോടുകൂടിയവനും, ഓടക്കുഴൽ വിളിയിൽ കേളിയാർന്നവനും, അങ്ങനെയുള്ള ആ മരതകമണി നീലം ബാലം, മരതകരത്നം പോലെ നീലവർണ്ണനുമായ ആ ഓമനക്കുട്ടനെ ഞാൻ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ആ ബാലകൃഷ്ണൻ്റെ മാധുര്യ ചാബല്യങ്ങളെ വർണ്ണിക്കുന്നു അടുത്ത ശ്ലോകത്തിൽ. ശ്ലോകം 65. മാധുര്യാദഭിമധുരം മന്മദദാതസ്യ കിമപി കൈശോരം ചാബല്യാദപി ചബലം ചേതോ മമ ഹരതി ഹന്ത കിം കുർമ്മ. മാധുര്യാദ് അഭിമധുരം, മാധുര്യത്തെക്കാൾ മാധുര്യമേറിയതും, സൗന്ദര്യോത്തരതോപി സുന്ദരതരം എന്ന മേൽപ്പത്തൊരു ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ പറയുന്നു. ഇവിടെ വില്യമംഗലം സ്വാമിയാർ പറയുന്നു, മാധുര്യാദ് അഭിമധുരം, മാധുര്യത്തെക്കാൾ മാധുര്യമേറിയതും, ചാബല്യാദ് അഭിചപലം, പ്രസരിപ്പിനേക്കാൾ പ്രസരിപ്പുള്ളതുമായ, മന്മദദാതസ്യ, കാമദേവൻ്റെ അച്ഛൻ്റെ ശ്രീകൃഷ്ണൻ്റെ, കിമപി കൈശോരം, അവർണ്ണനീയമായ ഓമനത്വം, മമ ചേതഹരതി, എൻ്റെ മനസ്സിനെ പിടിച്ചു വലിക്കുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മന്മദദാതസ്യ, ആരായി ശ്രീകൃഷ്ണൻ? കാമദേവൻ്റെ അച്ഛനാണ്. കാമദേവൻ രുക്മിണീപുത്രനായിരിക്കുന്ന പ്രദ്യുമ്നൻ, സാക്ഷാൽ കൈലാസേശ്വരൻ്റെ കോപാഗ്നിയിൽ ചുട്ടുചാമ്പലായ ആ കാമദേവൻ പിന്നീട് ശ്രീകൃഷ്ണൻ്റെയും രുക്മിണിയുടെയും പുത്രനായി പ്രദ്യുമ്നൻ എന്ന പേരിൽ പുനർജന്മം കൊണ്ടു. മാധുര്യത്തെക്കാൾ മാധുര്യമേറിയതും പ്രസരിപ്പിനേക്കാൾ പ്രസരിപ്പുള്ളതുമായ കാമദേവൻ്റെ അച്ഛൻ്റെ ആ ശ്രീകൃഷ്ണൻ്റെ അവർണ്ണനീയമായ ഓമനത്വം എൻ്റെ മനസ്സിനെ പിടിച്ചു വലിക്കുന്നു. എൻ്റെ മനസ്സിനെ ആ ഓമനക്കുട്ടൻ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പ്രാർത്ഥിക്കുകയാണ് വില്യമംഗലം സ്വാമികൾ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഈ ശ്ലോകങ്ങളാവുന്ന അക്ഷരപ്പൂക്കൾ ഗുരുക്കന്മാരുടെ പാദങ്ങളിലും പൊന്നു ഗുരുവായൂരപ്പൻ്റെ പാദത്തിലും ഭക്തി ആദരപൂർവം സമർപ്പിക്കുന്നു. നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു, നമസ്തേ നമസ്തേ ഗദാചക്രപാണേ, നമസ്തേ നമസ്തേ പ്രപന്നാർത്തിഹാരിൻ, സമസ്താപരാധം ക്ഷമസ്വ അഖിലേശ, സമസ്താപരാധം ക്ഷമസ്വ അഖിലേശ. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം ത്വയേദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ, നാരായണ നമോസ്തുതേ, നാരായണ നമോസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യത്സകലം സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീശ, ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകാ സമസ്ത സുഖിനോ ഭവന്തു.
എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഭഗവത് ഭക്തിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.